ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു, ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇമിഗ്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു 10 ഇയറിൽ നിന്നും 5 ഇയർ ആക്കി കുറയ്ക്കുന്ന പെറ്റീഷൻ വരും. അത് നിങ്ങൾ സൈൻ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ വോട്ട് അതിൻ്റെ ആൾക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടതല്ലാതെയും പിന്നെ കേട്ടിട്ടുള്ളതും എങ്ങനെയാണെങ്കിലും ഒരുപാട് ആൾക്കാർ അതിനകത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തന്നെ. കാരണം ഞാനന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ ലിങ്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അതിന് ശേഷമാണ് ലിങ്കെല്ലാം സ്റ്റാർട്ടായത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ല വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 86,000 തന്നെ വോട്ട് അതിനകത്ത് ആൾക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ 1,00,000 എത്താൻ അധികമൊന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 1,00,000 ആവും. അതുകൊണ്ടാണ് ഞാനതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്കൊന്നും ഞാൻ കൊടുക്കാത്തത്. ഏതായാലും ഒരുപാട് നന്ദി. ഒത്തിരി പേര് അതിന് എന്താ പറയുക, സഹകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നടക്കാവുന്ന കേസേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നടത്താവുന്ന കേസുകളൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഇത്ര നാൾ. ഏതായാലും അതിന് ഒരുപാട് നന്ദി എല്ലാവർക്കും അറിയിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള നെറ്റ് ഇമിഗ്രേഷൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോഴും നിലവിലുള്ള ഗവൺമെൻറ് പ്രതീക്ഷിച്ച നെറ്റ് ഇമിഗ്രേഷൻ ഇന്ന് വളരെ രീതിയിലുള്ള കുറവ്, ഇമിഗ്രേഷൻ കുറവ് വന്നിരിക്കുന്നുവെന്ന് ഗവൺമെൻറ് പുറത്ത് വിട്ടിരിക്കുന്നു. ഏകദേശം 1 മില്യണോളം അടുത്ത് പ്രതീക്ഷ ഇമിഗ്രേഷൻ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 5 ലക്ഷത്തിനോളം താഴെ ഇമിഗ്രേഷൻ ഇപ്പോൾ കുറഞ്ഞായിട്ട് ഗവൺമെൻറ് പുറത്ത് വിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2024 നെറ്റ് ഇമിഗ്രേഷൻ ഡേറ്റയും പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു കുറവ് ഇവിടുന്ന് ആൾക്കാർ കുറഞ്ഞതിൻ്റെ ഒരു റിപ്പോർട്ടും അവർ പുറത്ത് വന്നിരിക്കുന്നു. അതായത് 8 ലക്ഷത്തോളം ഉണ്ടായിരുന്ന നെറ്റ് ഇമിഗ്രേഷൻ, 8 ലക്ഷത്തോളം അടുത്തുണ്ടായിരുന്ന നെറ്റ് ഇമിഗ്രേഷൻ 4 പിന്നെ 32 ലക്ഷത്തോളം തന്നെ ഇവിടുന്ന് കുറഞ്ഞിരിക്കുന്നു, ഇവിടുന്ന് പോയിരിക്കുന്നു എന്നുള്ളത് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അതായത് 8 ലക്ഷത്തിൽ നിന്ന് 4,35,000 കുറഞ്ഞിരിക്കുന്നു. പകുതിയിലോട്ടോലെ ആൾക്കാർ ഇവിടുന്ന് പോയ റിപ്പോർട്ടും ഇവിടുന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതും ഇപ്പോൾ ഉള്ള പാർട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇത് ആരെ തുടങ്ങി വെച്ചാൽ കൺസർവേറ്റീവ് പാർട്ടിയാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഇപ്പോൾ ലേബർ പാർട്ടിക്കാണ്. ഇവരൊന്നും ചെയ്തില്ലല്ലോ, ഇതെല്ലാം തുടങ്ങി വെച്ച കൺസർവേറ്റീവ് പാർട്ടിയാണ്. അതിനുശേഷം പിന്നെ അടുത്തത് റിവേഴ്സ് മൈഗ്രേഷൻ. ഇവിടെ നിന്നും പോയ ആൾക്കാർ, ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് പോയ ആൾക്കാർ ഏകദേശം 58,000-ഓളം ആൾക്കാർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. പിന്നെ ഈ പറയുന്ന ഫിലിപ്പീൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്കറിയാം 2024 ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ, അതായത് ഋഷി സുനക്കിൻ്റെ പാർട്ടി വന്നപ്പോഴാണ് സ്റ്റുഡൻസിന് ഡിപ്പെൻഡിങ് അതുപോലെ തന്നെ ഗേറർ ഡിപ്പെൻഡിങ് എല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് പോയിരിക്കുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം തന്നെ സ്റ്റുഡൻസ്, 37,000-ഓളം തന്നെ സ്റ്റുഡൻസ് പോയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ, പിന്നെ നേഴ്സുമാർ നല്ലൊരു ശതമാനം ഇവിടുന്ന് പോയി. അത് വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാർ തന്നെ ഇവിടുന്ന് പോയി നമ്മൾ ആലോചിക്കണം. അവരെ അത്രയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നിട്ടില്ല, എന്നിട്ട് പോലും നേഴ്സുമാർ നല്ല രീതിയിൽ പോയി. പിന്നെ അതിനുശേഷം കെയറർമാരും ഇവിടുന്ന് നല്ല രീതിയിൽ പോയി. അങ്ങനെ മൊത്തം 58,000 ആൾക്കാർ, ഇന്ത്യക്കാർ ഇവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ അവർക്ക് ഇല്ലാഞ്ഞിട്ട് പോലും നേഴ്സുമാർ ഇവിടെ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ NHSലുള്ള ഈ വലിഞ്ഞുമുറുക്കും ഈ പിന്നെ സ്റ്റാഫിനെ വെട്ടിച്ചെറിക്കലും പരിപാടിയെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് നേഴ്സുമാർ പോകുന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് ആൾക്കാർ പോകാൻ ചാൻസസ് കൂടുതലാണ്, ഇവിടെ ഇങ്ങനെ NHSൽ ഇങ്ങനെ വലിഞ്ഞുമുറുക്കൽ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ ഇത് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, 2024 ഈ റിപ്പോർട്ട്. അത് ഇവർക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴുള്ള നെറ്റ് ഇമിഗ്രേഷനും വളരെ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇവർ ചെയ്ത പരിപാടിയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും നമുക്കറിയാം കെയറിൻ്റെ ഡിപ്പെൻഡ് എല്ലായിടത്തും ഞാൻ അവരെ ആൾക്കാരിങ്ങനെ വരുന്നില്ല. പിന്നെ കെയർ വിസ സ്റ്റോപ്പ് ചെയ്തു. ഈ മേഖലയിലെല്ലാം തന്നെ ഒഴുക്ക് ഇങ്ങോട്ട് നിന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലോട്ടായിട്ട് ഒഴുകുന്നു, പല രാജ്യങ്ങളിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ എന്താവും ഇവിടെയുള്ള നേഴ്സുമാർ, ഒത്തിരി ആൾക്കാർ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഇനി വരാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ വരണ്ട എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷേ വന്നോളൂ, നിങ്ങൾ നോക്കിയിട്ട് മാത്രം വരിക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കി, അതുപോലെ തന്നെ കോഴ്സ് എത്രത്തോളം ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കോഴ്സാണെന്നുള്ള മാക്സിമം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇഷ്ടംപോലെ ചെറുപറ കോഴ്സ് ഉണ്ട്. ഈ 10, 16, 18 ലക്ഷത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്. ഒരുപാട് കോഴ്സ് ഉണ്ട്. പബ്ലിക് ഹെൽത്തും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കോഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറ്റം പറയാൻ മാത്രമേ ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. കാരണം നിലവിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, നോക്കിയും കണ്ടും വരാനൊക്കെ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവർ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന ഈ നമ്മുടെ റീഫോം പാർട്ടിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഇത്ര നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ളതാണെങ്കിൽ ലേബർ പാർട്ടിക്ക് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്തോരം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. എത്രയോ ആൾക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
ആ പരിപാടി ഇവിടെ കൺസർവേറ്റീവായിട്ട് തുടങ്ങി വെച്ചതല്ലേ ഋഷി സുനക്കിൻ്റെ. ഈ പുള്ളിക്കാരൻ വന്നപ്പോൾ അതെടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ ഇവർക്ക് അത് ചെയ്യുമായിരുന്നെങ്കിൽ എത്രത്തോളം നെറ്റ് ഇമിഗ്രേഷൻ ആ ഒരു മേഖലയിൽ കുറയ്ക്കാമെന്ന്, എത്രത്തോളം ഫണ്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ഇവർക്ക് അതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ സൈഡിൽ പ്രതിഷേധം തുടങ്ങുന്നതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റീഫോം പാർട്ടിയോ അല്ലെങ്കിൽ കൺസർവേറ്റീവോ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇമിഗ്രേഷൻ കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഇത് ഈ വരാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ രീതിയിൽ കുറയും. ഇവിടുന്ന് ആൾക്കാർ മൂവ് ഔട്ട് ആവും. അങ്ങനെ നെറ്റ് ഇമിഗ്രേഷൻ ഇപ്പോൾ 4-ൽ നിന്നും 2 ലക്ഷത്തിലോട്ടടുത്ത് കുറയ്ക്കാനുള്ള പരിപാടികളുടെ ഒരു ആസൂത്രമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് പോകാമല്ലോ. ഇപ്പോൾ NHSൽ കുറച്ച് വലിഞ്ഞു മുറുക്കൽ, ഇപ്പോൾ നമുക്കറിയുന്നല്ലേ, പ്രത്യേകമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും PR 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങനെ പോകും. പിന്നെ കെയർ വിസയുടെ ഡിപ്പെൻസിന് വരാൻ പറ്റത്തില്ല, അപ്പോൾ നിലവിലുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം. സ്റ്റുഡൻറ്റ് വിസയുടെ ഡിപ്പെൻഡിന് പറ്റത്തില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോകാം. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ വലിഞ്ഞു മുറുക്കിൽ സംഭവങ്ങളാകുമ്പോൾ പോകേണ്ട ആൾക്കാർ നല്ല രീതിയിൽ തന്നെ പറയാതെ തന്നെ ഇവിടുന്ന് മൂവ് ഔട്ടായി പോകും. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇനി മുൻപോട്ട് എത്ര പേര് പോകാൻ കിടക്കുന്നു, എന്തൊക്കെ വരാൻ കിടക്കുന്നു നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ നേരത്തെ ചെയ്തു വെച്ച പരിപാടി ഇപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്ക്, നമ്മുടെ ലേബർ പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. കാരണം ഇനിയിപ്പോൾ പാർലമെൻറ്റിൻ്റെ ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഗുണം ചെയ്യുന്ന പരിപാടിയായിട്ട് തന്നെ വരുള്ളൂ. കാരണം അങ്ങനെ നിലവിൽ ഇവിടെ ഉള്ളവരെ ബാധിക്കുന്ന ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യത്തിൽ ഇവിടെ പണി കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടെ നിന്ന് മൂവോട്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു ശതമാനം തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് മൂവോട്ടാകും. നല്ലൊരു ശതമാനം ആൾക്കാർ മൂവോട്ടായി കഴിഞ്ഞാൽ പിന്നീടുള്ള കെയർ ഹോമും മറ്റുമൊക്കെ നമുക്കറിയാം. എത്ര ആൾക്കാർ വന്ന് ഇവിടെ ജോലി ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കത് പ്രതീക്ഷയില്ല. ഉറപ്പായിട്ട് ഒരു 99%, 95% എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ ബാക്കിയുള്ള 5% എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് വിട്ടു കൊടുക്കണം. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. ഇതുവരെയായിട്ടും അങ്ങനെ നിയമം ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. ഏതായാലും അവർ ഓർത്തിരുന്ന കാര്യമല്ല, ഏറെക്കുറെ നടന്നു നല്ല രീതിയിൽ. കാരണം ഇപ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ ഈ 8 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 4 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ നല്ല രീതിയിൽ കുറഞ്ഞു. പോകേണ്ട ആൾക്കാരൊക്കെ പോയി തുടങ്ങിയെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോവും. ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ഈ എതിർ പാർട്ടികളുടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കുറയും. അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ കാര്യങ്ങളും അവിടെ ചർച്ചയാകും. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരുപാട് നന്ദി ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പറയാത്ത പോലെ ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാർ തന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തു. ഏതായാലും വളരെ നന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തീർത്തേക്കും ബൈ.